കാര്യം ചെയ്യാം, നമുക്ക് ലേഡീസ് ഫസ്റ്റ് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. എന്തായാലും ഇത് ഞങ്ങളുടെ ചപ്പാത്തി, ഞങ്ങളുടെ കിഴങ്ങ് കറി. ഇത് ഞങ്ങളുടെ കിഴങ്ങ് കറി, ഇത് ഞങ്ങളുടെ ചപ്പാത്തി. ഇത് നിങ്ങളുടെ കിഴങ്ങ് കറി, ഇത് നിങ്ങളുടെ ചപ്പാത്തി. ശരി. അല്ല, എനിക്ക് സത്യമായിട്ടും എനിക്ക് നിങ്ങളുടെ ചപ്പാത്തി കാണണം. വേറെ ഒന്നല്ല, ഇത് പുതയ്ക്കാനാണോ മുറിക്കാനാണോ എന്നൊന്ന് കാണാൻ വേണ്ടിട്ടാ. അതെ, അതിപ്പോ കാണാനൊന്നുമില്ലല്ലോ. കാണാൻ തോന്നുന്നു. ഇത് ഇങ്ങനത്തെ ചപ്പാത്തി നിങ്ങൾ എവിടെ ഇതിന് നിന്റെ ഒരു മുഖം ഉണ്ടോ കനക? നോക്ക്, 2 കണ്ണ്, മൂക്ക്, ഇങ്ങനെ ഇരിക്കുന്നു. അല്ല അമ്മ, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അറിയാത്ത, നിങ്ങൾ ഈ ചപ്പാത്തി ഇങ്ങനെ എടുത്താണ് മെഴുകുന്നത്? അല്ലല്ലോ, കട്ട് ചെയ്തല്ലേ കഴിക്കുന്നത്. അപ്പൊ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, ചപ്പാത്തിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും ഞങ്ങളെ കറി അത് ബാലൻസ് ചെയ്തു. നുള്ളിപ്പിച്ചല്ലേ കഴിക്കുന്നത്. നിങ്ങൾ ചപ്പാത്തി കേസ് വിട്, കറിയിലോട്ട് വാ. ഞങ്ങൾ ആദ്യം വിളമ്പാം. വേണ്ട, എനിക്കിരിക്കണ്ട. ആദ്യം നിങ്ങൾ കഴിക്കേ, ഞങ്ങൾ വിളമ്പാം. ആദ്യം ഞങ്ങള് അതെ, എന്നാ ശരി. നിങ്ങളുടെ കിഴങ്ങ് കറി വിളമ്പും, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യട്ടെ. ആദ്യം ചപ്പാത്തി, ഞങ്ങൾ ഒരേ ചപ്പാത്തി. ചപ്പാത്തി വേണ്ട, നിങ്ങളുടെ ചപ്പാത്തി, നിങ്ങളെ ചപ്പാത്തി നമ്മുടെ ചപ്പാത്തി ഒക്കെ ആദ്യം നമുക്ക് അവരുടെ ചപ്പാത്തി തിന്നണം, കിഴങ്ങ് കറി കഴിക്കണം. ഞങ്ങൾക്ക് അറിയാൻ വിളമ്പി തരാം. ആ ചപ്പാത്തി എന്തോന്ന് കളിക്കുന്നത്? ഞങ്ങൾ ഒരു പാത്രത്തിൽ വിളമ്പിയാൽ ഞങ്ങൾ അറിയാം. നിങ്ങളെ പോലെ ഇതല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങളുടെ കറി ഞങ്ങൾ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടി ഉണ്ടാക്കിയത്. ഫ്രൂട്ട് സലാഡിന് കഷ്ണം മുറിച്ചിട്ട് അത് തീരൂല. മിക്സി എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അതെ, ചവച്ചരച്ചല്ലേ തിന്നുന്നത്, അല്ലാതെ അങ്ങനെ വിഴുങ്ങല്ലോ. അല്ല, ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത്. കാരണം ഇത് ഉരുളക്കിഴങ്ങ് കറിയാണ് അറിയണ്ടേ, അതുകൊണ്ടാണ് കിഴങ്ങ് കേടുവരാണ്ടിട്ടേക്കുന്നത്. ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഒരു കാര്യം ഞാൻ പറയാം. ആദ്യം നമ്മൾ മണം, ഒരു വിഭവം എന്ന് പറയുമ്പോൾ ആദ്യം മണത്തിലൂടെ നമ്മൾ അറിയണം. പിന്നെ നമ്മള് കാഴ്ചയിൽ, പിന്നെയാണ് രുചി. ആദ്യത്തെ രണ്ടും പരാജയമായി. മണവും പോയി. ആർക്കാണ് ഇത് കണ്ടിട്ട് അറിയാ? എന്തിനിങ്ങനെ ഇപ്പൊ തന്നെ എനിക്കത് കണ്ടിട്ടു. ഇതിപ്പോ നമ്മളെ വായിൽ കയറുന്നത് കഴിക്കുമല്ലോ. കഴിക്കൊന്നുമില്ല, തിന്ന് നോക്ക്. അല്ല പിന്നെ അത് ഓലല്ല, അത് സർവ്വസുഗന്ധി അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് കളിയാക്കൊന്നും വേണ്ട, മര്യാദ കഴിക്കാം. പല്ലളായി പോകും. ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ രണ്ടാളും മതി. അത്രയ്ക്ക് ഉപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചപ്പാത്തി കൂടെ ഇല്ലാതെ മാറ്റി എല്ലാ പ്ലേറ്റും എടുത്ത് വിളമ്പി നമ്മളെ ഇടളിയാ. ചപ്പാത്തി ചപ്പാത്തി വെച്ചു കൊടുക്കാം. അല്ലെ നമ്മുടെ നല്ലൊരു ഞങ്ങൾക്ക് വേണ്ട മുഖമുള്ള നല്ല സ്മൂത്തുള്ള ഞങ്ങള് പല ഷേപ്പിലും പല രീതിയിലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് സ്റ്റൈലിലും കഴിക്കാം. കനക, നമ്മുടെ കിഴങ്ങ് കറി വിളമ്പി കൊടുക്കും. നമ്മളെ കറിയുടെ ടേസ്റ്റ് പോകും. അളിയ നേരത്തെ പറഞ്ഞത് കാഴ്ചയിലുണ്ട്, മണത്തിലുണ്ട്, ഗുണത്തിലുമുണ്ട്. കഴിക്കേ, ഞങ്ങളെ കിഴങ്ങറി കഴിക്കേ. അതിന് മുമ്പ് അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ആ പരിപാടി ഒന്നും വേണ്ട. മണം പിടിച്ചു, കാഴ്ചയിൽ ഭംഗിയുണ്ടായി, സ്വാഭാവിക റെസിപ്പി ചോദിക്കും. ഉണ്ടാക്കണ്ടേ? വേണ്ട അങ്ങനെ തോന്നുമ്പോ ഞങ്ങളെടുത്ത് പറഞ്ഞാ ഞങ്ങൾ ഉണ്ടാക്കി തരും. അതൊന്നും വേണ്ട. നമുക്ക് കുഴപ്പം. ആദ്യം ഉരുളക്കിഴങ്ങ് എടുക്കുക, അതിന്റെ തോലം കളയുക, അങ്ങനെ നമ്മൾ അരിഞ്ഞങ്ങ് തള്ളുക, അതിനങ്ങോട്ട് മാറ്റി വെക്കുക. സവാള എടുക്കുക, അതുപോലെ തള്ളുക, അരിഞ്ഞ് മാറ്റുക. തക്കാളി എടുക്കുക, അരിയ അരിഞ്ഞങ്ങ് മാറ്റുക. എണ്ണ ഒഴിച്ച് തിളപ്പിച്ച് അതെല്ലാം റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഉള്ളി ഇട്ടിട്ട് അതിന് വഴറ്റിയെടുക്കണം. എന്താ ഒരു മെറൂൺ കളറായി വരുന്ന സമയത്തേക്ക് നമ്മളിങ്ങനെ അല്ലേ ഉപ്പും ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ഉരുളക്കിഴങ്ങിനെ അതിലിട്ടങ്ങ് തള്ളുക. അതാണ് ഈ മണം. കഴിച്ചു നോക്കുന്നേ, എന്താ കഴിക്കേ. എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ഇവളുമാര്. സമ്മതിച്ചു കേട്ടോ. അല്ല, ഞാൻ കഴിച്ചു നോക്കട്ടെ, ഞങ്ങള് കഴിച്ചു നോക്കട്ടെ. മണത്തിലും കാഴ്ചയിലും ഗംഭീരം. ഞങ്ങള് തോൽവി സമ്മതിക്കാൻ പോവാ കേട്ടോ. ഈ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കിഴങ്ങേറിയല്ലേ ഉണ്ടാക്കിയത്?
ഇതെന്ത് സാധനം? കിഴങ്ങ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കോളിഫ്ലവർ എന്ന് പറയും. ഇതേ എടാ അളിയാ, പോടാ, നീ എന്റെ കോളിഫ്ലവർ തന്നെ ഇട്ടാ. കർത്താവിനോട് ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ചെയ്തില്ല. തർക്കിക്കല്ലേ? ഇല്ല, ഇട്ടാ. ഞാനിട്ട് കോളിഫ്ലവർ ഇട്ടാ. അത് അമ്മ ഞാൻ പേടിച്ചു. ഈ കിഴങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോളിഫ്ലവർ അവിടെ ഇരിക്കുന്നത്. അത് ഇതിനെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് പണ്ടേ അറിയാം. ഫ്യൂഷൻ, ഫ്യൂഷൻ. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞു കൊടുത്തില്ലേ? പിന്നെ കിഴങ്ങോട്ട് എനിക്കൊരു കഷ്ണം കിഴങ്ങ് വേണം. കിഴങ്ങ്. എടുത്തു കൊടുക്കണം, എടുത്തു കൊടുക്കണം, കിഴങ്ങ് എടുത്തു കൊടുക്കണം. ഒന്നാ രണ്ടാ കഷ്ണം എടുത്തു കൊടുക്കും. എടുത്തു കൊടുക്കുക. ഇറങ്ങി തപ്പു. കിഴങ്ങ് കാണുന്നില്ല. എടാ പൊട്ട, എങ്ങനെയാടാ അതിലെ കിഴങ്ങ് കാണുക? കിഴങ്ങ് വേവിച്ചിങ്ങോട്ട് ഉടച്ചിങ്ങനെ പരിവാക്കിയിട്ട് ആ ഗ്രേവിയിലേക്കല്ലേ നമ്മൾ കോളിഫ്ലവർ ഇട്ടത്. അതാണ് കൊഴുപ്പ്. പിന്നെ ഒരുപാടൊന്ന് പറയുമ്പോഴേ കുഴഞ്ഞ് കുഴമ്പായിട്ട് അനങ്ങാൻ പറ്റാത്ത പരിവായി പോകും. ഇനി ഞാൻ പറയണോ? ഇത് ഞങ്ങളുടെ അടുക്കളയില് ഞങ്ങൾ ഉണ്ടാക്കിയ കോളിഫ്ലവർ കറി. ക്ലീറ്റോന്റെ കണ്ണില് മുളക് പൊടി വാരിയിട്ട് എപ്പോ? ക്ലീറ്റോന്റെ കണ്ണില് മുളക് പൊടി വാരി ഇട്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുക്കളയില് ഒരു കണ്ടൻ കള്ള പൂച്ച കയറി. ആ പൂച്ച ഞങ്ങളുടെ കറി അവിടെ നിന്ന് വേറെ പാത്രത്തിൽ ഒഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മേശപ്പുറത്ത് അങ്ങ് പ്രതിഷ്ഠിച്ച്. ഇനിയിപ്പോ കാര്യം പറയും. ഇത് വ്യക്തമായിട്ട് പറ. അമ്മ, ഞാൻ അന്നേരം അമ്മാവിന്റെ അടുത്ത് പറഞ്ഞല്ലേ, ചുമ്മാ ആവശ്യമില്ല പെണ്ണുങ്ങളോട് തർക്കിക്കാൻ പോകും. അതെ, ഒരു കാര്യം ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യണം. ചുമ്മാ അമ്മ എന്താ വിചാരിച്ചത്? ആ. ഇതുണ്ടല്ലേ, ഇതുണ്ടല്ലേ, ഇതെന്റെ ചങ്കാണിത്. എവള് ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാൽ എനിക്ക് ഈ തടി കണ്ടോ കൊണ്ടായി. അതെ, പിന്നെ ഇതെന്താണ് എന്നെ പൊന്നെ പോലെയാണ് അവള് നോക്കണത്? അങ്ങനെയുള്ള ഭാര്യമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അല്ല അല്ലെ, ഉടനെ അല്ല അമ്മ ഞങ്ങള് തമാശ ടോസ് ഇടുക. നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്നല്ലോ. പിന്നെ ഒരു കാര്യം, സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ തമ്മിൽ ഇങ്ങനെ തമ്മിൽ അടുപ്പിക്കരുത് കേട്ടോ. അതിന് വേണ്ടി ഇങ്ങനെ കച്ചവടം. കുടുംബത്തിലെ മുളകുപൊടി ഇളകരുത്. ഞാൻ പറഞ്ഞേക്കാം. അതെ, ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. മോശമാണിത്. ഹലോ ഹലോ ഹലോ. ഫോൺ വന്നത്. അല്ലല്ല, വിളിച്ചതാ. ഒരുപാട് അങ്ങ് കേറണ്ട കേട്ടല്ലോ. എടാ, ഇത് നളപാചകമല്ല. എന്തുവാ? ചളപാചകം. ചളപാചകം. അതിനൊക്കെ ഒരു മരുങ്ങുണ്ട്. നീ പറഞ്ഞ മറ്റേ ഹോട്ടലിലാളും നളനും ഷാപ്പിലും കറി ഉണ്ടാക്കുന്ന ആളൊക്കെ ഒരു ദിവസം നേരം വിളിക്കാൻ അങ്ങോട്ട് ചെന്ന് ഉണ്ടാക്കിയതല്ല. അവരൊക്കെ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതിനൊരു കൈപ്പാങ്ങുണ്ട്, അവർക്ക് കൈപ്പുണ്യമുണ്ട്. അതൊക്കെ കൊണ്ട് അവരുണ്ടാക്കിയതാ. അല്ലാതെ എല്ലാവർക്കും അങ്ങ് പറ്റൂല. കേട്ടല്ലോ? മൂന്നും കൂടെ ഇറങ്ങിയേക്കുവാ. തോപ്പിക്കാൻ ഇറങ്ങിയേക്കുന്നു. എന്നാ പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, പറഞ്ഞെടുത്തോളം മതി. അതല്ല, ബിരിയാണി മട്ടൻ വേണോ ചിക്കൻ വേണോന്ന്? മട്ടൻ.